നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറുമായി തർക്കമുണ്ടായ കേസിൽ ബസ്സിലെ ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ യദു കസ്റ്റഡിയിലെടുത്തിരുന്നു. തമ്പാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത യദുവിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ എത്തിച്ചു. യദുവിന്റെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. സ്റ്റേഷൻ മാസ്റ്ററെയും കണ്ടക്ടറുടെയും മൊഴിയെടുത്ത് വിട്ടയച്ചതിന് പിന്നാലെയാണിത്. തുടർന്ന് ഞങ്ങൾ യദുവിനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് ഇങ്ങനെ: ചോദ്യം ചെയ്തെന്ന് വെച്ചാൽ മെമ്മറി കാർഡ് അന്നേ ദിവസം വണ്ടി ഞാൻ എന്റെ അടുത്ത് വെച്ച് മെമ്മറി കാർഡ് എന്റെ കേസ് ചോദിക്കാനാണ് വിളിച്ചത്. നിങ്ങൾ അന്നേ ദിവസം അവിടെ ഡിപ്പോയിൽ പോയിരുന്നല്ലോ. ഞാൻ വന്നു അന്നേ ദിവസം ഞാൻ ഡിപ്പോയിൽ വന്നു. പക്ഷെ ഈ ബസ് അന്നേ ദിവസം 4:30 ഡ്യൂട്ടി അത് തൃശ്ശൂർ പോയി. ഞാൻ എങ്ങനെ ബസ്സിൽ കയറി മെമ്മറി കാർഡ് എടുക്കണം ഞാൻ ചോദിച്ചപ്പോ പിന്നെ ഒന്നും ചോദിക്കാനില്ല. എപ്പോ വേണോ വിളിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അല്ല, യദുവിനെ വിളിപ്പിച്ച് വരുത്താലോ. ജീപ്പിൽ എന്തിനാ കൊണ്ടുവന്നത് അവര് വീട്ടിൽ വന്നിട്ട്? അവര് അറസ്റ്റ് ചെയ്തെന്നൊക്കെ വാർത്തയില് ഓരോ മീഡിയാസ് പറഞ്ഞത്. അപ്പൊ അതിന് വേണ്ടിട്ട് ഷോ കാണിച്ചതാണ്. കാരണം ഒരു കുറ്റവാളിയെ കൊണ്ടുവരുന്ന പോലെയാണ് യദുവിനെ കമ്മീഷൻ ഓഫീസിൽ എത്തിച്ചത്. തെറ്റുണ്ടെന്ന് കാണിക്കാനാണ്. അപ്പൊ വാർത്തകൾ അങ്ങനെ ആയിരുന്നല്ലേ? യദുവിനെ അറസ്റ്റ് ചെയ്തു, യദുവിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന വാർത്തകൾ വന്നു. അപ്പൊ ഈ യദുവിന് അന്ന് ബസ്സിൽ കയറിയിട്ടില്ല യദു പറഞ്ഞിരുന്നോ? ബസ്സില് അന്ന് കയറിയിട്ടില്ലായിരുന്നല്ലേ? ബസ്സില് അപ്പോഴും ആ വീഡിയോയിലും പറയുന്നുണ്ടല്ലോ ബസ്സിൽ കയറിയിട്ടില്ല, ബസ്സിനെ കണ്ട പോലെയാണ് തോന്നുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ബസ് ആണെന്ന് ഉറപ്പിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. യദു അന്ന് കയറിയത് ആ ബസ്സല്ലായിരുന്നു? ഞാൻ കയറി ബസ്സിന്റെ അകത്തല്ല, ഒരു ബസ്സിന്റെ അകത്ത് അന്നത്തെ ദിവസം കയറിയിട്ടില്ല. അന്നത്തെ ദിവസം ഞാൻ സ്റ്റേഷനിൽ നിന്ന് വന്ന് എനിക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. വീട്ടിൽ പോകാൻ പറ്റില്ല. സ്റ്റേഷനിൽ നിന്ന് എന്നെ നേരെ പിടിച്ചോണ്ട് സ്റ്റേഷനിലല്ലേ പോയിട്ട് പിറ്റേ ദിവസം വിട്ടയച്ചത്. എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ എന്റെ ഡിപ്പോയിൽ വരണ്ടേ. അപ്പൊ റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ബസ് കിടക്കും പോലെ തോന്നി. അപ്പൊ ഞാൻ ഇതേപോലത്തെ 111 ഇതേപോലത്തെ ഒരു വണ്ടിയുണ്ട് 111, അതാണ് അവിടെ കിടന്നത്. അപ്പോഴാണ് ഞാൻ ഡോർ അടച്ച് കിടന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയതാണ് ഞാൻ പറഞ്ഞതാണ് വിനയായത്. ശ്രമിക്കുകയാണെന്ന് തോന്നുന്നെന്നാണ് പറഞ്ഞത്. എനിക്ക് ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഉറപ്പില്ലാത്ത കാര്യം ഞാൻ ഒരിക്കലും പറയില്ല. വാദിയെ പ്രതിയാക്കാൻ ശ്രമിക്കുകയാണോ ഇപ്പം? അവരത് ചെയ്തുകൊണ്ടിരിക്കണം. അവരെങ്ങനെയെങ്കിലും എന്നെ അറസ്റ്റ് ചെയ്യുക, മെമ്മറി കാർഡ് എങ്ങനെയെങ്കിലും എന്റെ വീട്ടിൽ കൊണ്ടിട്ട് എന്നെ അറസ്റ്റ് ചെയ്യുക, അതാണ് ചെയ്യുന്നത്. അതായത് അറസ്റ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ടിട്ടിട്ട് പണി തരാൻ വേണ്ടിട്ട്, ഇടിച്ച് സമ്മതിപ്പിക്കാൻ വേണ്ടിട്ട്. അതെ. ഇപ്പൊ കണ്ടക്ടറും സ്റ്റേഷൻ മാസ്റ്ററും മൊഴിയിലെ വൈരുദ്ധ്യമില്ല. യദുവിന്റെ മൊഴിയിൽ മൊത്തം വൈരുദ്ധ്യമാണ്, പറഞ്ഞ മൊത്തം നുണകൾ എന്നാണ് പോലീസ് പറയുന്നത്. അതങ്ങനെ തന്നെ. കണ്ടക്ടറിന്റെ മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ടാവൂല. എന്ന് വെച്ചാൽ കണ്ടക്ടർ ഒരു പാർട്ടിക്കാരനെങ്കിൽ എന്റെ പിന്നെ വൈരുദ്ധ്യം ഉണ്ടാവുമല്ലോ. ഇപ്പൊ അതിന്റെ കാര്യമൊന്നുമല്ല. കണ്ടക്ടറിന്റെ വൈരുദ്ധ്യം നോക്കണ്ട. ഇപ്പൊ കോടതി കേസെടുക്കാൻ പറഞ്ഞെങ്കിൽ ഈ 5 വ്യക്തികളുടെ പേരിലാണ് കോടതി കേസെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരത് എടുക്കാതെ പിന്നെ കണ്ടക്ടറിന്റെ വൈരുദ്ധ്യം ബാക്കിയുള്ള വൈരുദ്ധ്യം നോക്കാതെ അവരെ മെമ്മറി അവരെ ഫോൺ ഡീറ്റെയിലും എടുക്കാതെ എന്റെ ബാക്കിൽ നടക്കേണ്ട കാര്യമില്ല. ആ കേസിന് തൊടാതെ ഇപ്പൊ യദുവിന്റെ മെമ്പർ കാർഡ് പറഞ്ഞ പോലീസ് നടത്തുന്നത്. ആ കേസ് അത് വഴിതിരിച്ചു വിടാൻ നോക്കുന്നതാണ്. മനസ്സിലായില്ലേ? ആ കേസിനെ പറ്റി ചോദിച്ചായിരുന്നു, അതെന്താ അന്വേഷിക്കാൻ ചോദിച്ചായിരുന്നു പോലീസിനോട്? അത് അതിന്റെ ഈ മറ്റേ ഇതില്ലേ മെമ്മറി കാർഡ് അന്വേഷിക്കുന്നതെന്ന് വെച്ചാൽ അത് മെയിൻ ഒരു സാധനമായതുകൊണ്ടാണ് അതിന്റെ ബാക്കിൽ നടക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ യദുവിന്റെ കേസ് അന്വേഷിക്കില്ലെന്ന് പറയണോ? എന്റെ കേസ് അന്വേഷിച്ചു ഇതിന്റെ ഇത് അറിഞ്ഞാലേ അത് മുന്നോട്ട് പോവാൻ ഉള്ള ഇതുള്ളൂ എന്നാണ് അവര് പറയുന്നത്. ഇന്നലെ യദുവിനെ അവർ വീട്ടിൽ ജീപ്പിൽ തന്നെ ഉണ്ടാക്കി തിരിച്ചല്ലേ? ജീപ്പിൽ കൊണ്ടാക്കാൻ CI പറഞ്ഞ് അങ്ങനെ കൊണ്ടാക്കിയതാണ് അവരല്ലേ. ഇനി എന്നാ ചോദ്യം വിളിപ്പിക്കുന്നു പറഞ്ഞതോ? ഇടയ്ക്ക് വിളിപ്പിക്കണമെങ്കിൽ വരണമെന്ന് പറഞ്ഞു. എന്നെ വിളിച്ചിട്ടില്ല. ഇവര് ഫോണിൽ വിളിച്ചാൽ ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെന്നെ വിളിക്കാതെ വന്നെ മറ്റേ അറസ്റ്റ് ചെയ്യുമ്പോൾ നാട്ടുകാരെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോ ആളുകൾ എന്ത് വിചാരിക്കും? മൊത്തത്തിൽ നാണക്കേടല്ലേ ഉണ്ടായത്. എനിക്ക് നാണക്കേടിന്മേൽ നാണക്കേടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചെറിയ മേയറെ രക്ഷിക്കാൻ വേണ്ടി കേരള പോലീസ് സംരക്ഷിക്കണോ? അതാണ് മേയറെ MLA രക്ഷിക്കാൻ വേണ്ടിട്ട് അവരെ ബാക്കിൽ നിന്ന് പോവാതെ എന്റെ ബാക്കിൽ നിന്നാണ് വരുന്നത്. അപ്പൊ കോടതിയിൽ ഇതെല്ലാം തുറന്ന് പറയുന്നുണ്ടോ ഇങ്ങനെ പോലീസ് യദുവിനെ വേട്ടയാടണം പറഞ്ഞുകൊണ്ട്? ഞാൻ പറയും മിക്കവാറും കോടതിയിൽ ഒരു കേസും കൂടെ ഫയൽ ചെയ്യും. പോലീസിനെതിരെ അല്ലേ? പോലീസിനെതിരെ ഒരു കേസും കൂടെ ഫയൽ ചെയ്യും.
ശരി പക്ഷെ എന്നെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ അവൻ എന്നെ പിടിച്ചാത്താക്കും. കാരണം ഇന്നലെ യദുവിന് കമ്മീഷൻ ഓഫീസിൽ കൊണ്ടുവന്നത് കുറ്റാവളി കൊണ്ടുവരുന്ന പോലെ ജീപ്പിൽ കൊണ്ടുവന്നത്. ആ അതാണ്. വിളിച്ചു വരുത്തായിരുന്നല്ലോ പോലീസിന് യദുവിനെ. ആ അതെ.